വെൽക്കം ബാക്ക് ടു അദൂസ് വ്ളോഗ്സ്. പക്ഷേ ഇപ്പോൾ നിങ്ങൾക്ക് കേട്ടാൽ മനസ്സിലാവുണ്ടാവും, സൗണ്ട് ഒട്ടുമില്ല. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ വോയിസ് ഓവർ ഇത് പോസ്റ്റ് ചെയ്യുന്നത് എന്താണെന്ന് എനിക്കറിയില്ല. എന്തായാലും മാക്സിമം ഞാൻ നേരത്തെ ശ്രമിക്കാം വോയിസ് റെസ്റ്റൊക്കെ കൊടുത്ത്. ഭയങ്കര മഞ്ഞ്, അപ്പോൾ അതിൻ്റെ ആയിരിക്കണം സൗണ്ട് ഇല്ലായ്മ ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്ക് എത്രത്തോട്ട് കേൾക്കുന്നുണ്ടെന്ന് എനിക്കറിയില്ല. ബാക്ക്ഗ്രൗണ്ട് നോയ്സ് ഉണ്ട്. അപ്പോൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫാണ് ഞാൻ ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചത്. ആക്ച്വലി ഞാൻ ഡേ ഇൻ മൈ ലൈഫ് കുറച്ച് ദിവസം മുന്നേ ഷൂട്ട് ചെയ്തായിരുന്നു. പക്ഷേ എഡിറ്റ് ചെയ്യുമ്പോഴാണ് എനിക്ക് മനസ്സിലായത് എൻ്റെ ഇതിന് ഇങ്ങോട്ട് മാത്രമേ കാണുന്നുള്ളൂ, മുഖം കാണുന്നില്ല. സാരില്ല. അപ്പോൾ ഞാൻ ഭയങ്കര വിഷമമായി. ആദ്യമായിട്ടൊരു സാധനം ഷൂട്ട് ചെയ്ത് ഈ വർഷം അതിങ്ങനെ ആയല്ലോ. എനിക്ക് തോന്നി നമ്മൾ വിഷമിച്ചിരിക്കാൻ പാടില്ല, ഒന്നുകൂടി ഷൂട്ട് ചെയ്യണം. അപ്പോൾ ഞാൻ ഡേ നമുക്ക് ഒരുപാടുണ്ടല്ലോ, ഡേ നമ്മുടെ മുന്നിൽ ഇങ്ങനെ പറന്ന് നടക്കുന്നുണ്ട്. സോ ഞാൻ അടുത്ത ഡേ ഇൻ മൈ ലൈഫ് ഷൂട്ട് ചെയ്യാം. അപ്പോൾ എന്താ സൗണ്ട് ഇല്ല, അടുത്ത പരീക്ഷണം കുഴപ്പമില്ല. നമുക്ക് ഒന്നെങ്കിൽ ഈ വോയിസിൽ തന്നെ ഞാൻ വോയിസ് ഓവർ ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് ദിവസം കഴിഞ്ഞ് വോയിസ് വന്നിട്ട് നാളെ മറ്റന്നാളെ എങ്ങനെ വോയിസ് ഓവർ ചെയ്തിടാം. മാക്സിമം ഐ വിൽ ട്രൈ ടുഡേ. ഇന്ന് തന്നെ ഞാനത് മാക്സിമം ഇടാൻ ശ്രമിക്കാം. എൻ്റെ മോർണിംഗ് റുട്ടീൻ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇടാൻ ശ്രമിക്കാം. അപ്പോൾ ഞാൻ കുറച്ച് മുന്നേ തുടങ്ങിയായിരുന്നു. പക്ഷേ ആ സമയത്ത് ഞാൻ ഇൻട്രോ എടുത്തിരുന്നെങ്കിൽ കൂടെ കിടങ്ങണ ആൾക്കാർക്കും എല്ലാവർക്കും ബുദ്ധിമുട്ടായേനെ. അതായത് ആ സമയത്ത് ഇൻട്രോ എടുക്കാതിരുന്നത്. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നത് രാവിലെ മുതലായിരിക്കും. ഇപ്പോൾ ഏകദേശം 7 മണിയോളമായി. അപ്പോൾ ഇനി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകും. ഹലോ, ഗുഡ് മോർണിംഗ്. സോ സൗണ്ട് വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ, എന്നാലും കുഴപ്പമില്ല. ഞാൻ വോയിസ് ഓവർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇങ്ങനെ രാവിലെ നേരത്തെ 6 മണിക്ക് ഞാൻ എഴുന്നേറ്റു. എന്നിട്ട് നമ്മുടെ മോർണിംഗ് ആക്ടിവിറ്റീസിനൊക്കെ ശേഷം ഞാനൊന്ന് റെഡിയായി. എന്ന് വലിയ റെഡി ആവലൊന്നുമില്ല, ചപ്രാച്ചി പോലെ കിടന്നിരുന്ന മുടിയൊക്കെ ജസ്റ്റ് ഒന്ന് ടൈ ചെയ്ത് നമുക്ക് നമ്മുടെ പണിപ്പുരയിലേക്ക് പോവാം. ഇതൊക്കെ ഞങ്ങളുടെ പണി സാധനങ്ങളെ രാജാവാണോ, ഞങ്ങൾ പണിപ്പുരയിലേക്ക് പോവാം. എങ്ങനെയാണ് രാവിലെ എഴുന്നേറ്റാൽ ഞാൻ കുറച്ച് വെള്ളം കുടിക്കും, കുറച്ച്, വല്ലാണ്ടൊന്നും കുടിക്കില്ല. എന്നിട്ടാണ് എന്നാലും എൻ്റെ വയറൊന്ന് സെറ്റ് ആവുള്ളൂ. അല്ലെങ്കിൽ എനിക്ക് ഭയങ്കരമായിട്ട് വിശക്കും. അപ്പോൾ അതുകൊണ്ടാണ് കുറച്ച് വെള്ളം കുടിക്കും. എന്നിട്ട് ഞാൻ തലേ ദിവസം തന്നെ ഞാൻ ചോറ് റൈസ് കുക്കറിൽ ഇറക്കി വെച്ചിട്ടുണ്ടാവും. എന്നും അങ്ങനെയാണ്, ഈ രാവിലത്തെ ഹറിബറി ഒഴിവാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് ഞാനൊന്ന് ഊറ്റിയിടും. ഈ ഒരു മെത്തേഡ് എനിക്ക് ഭയങ്കര ഹെൽപ്ഫുള്ളായിട്ടുണ്ട്. രാവിലെ ഈ ചോറ് വെക്കുക എന്നുള്ളത് ഇത്ര വലിയൊരു സംഭവമായിട്ടല്ല, എന്നാലും ഇത് തലേ ദിവസം ചെയ്ത് തീർത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ രാവിലെ ഇടന്ന് എഴുന്നേൽക്കുമ്പോൾ എനിക്കൊരു സമാധാനമാണ്. ചോറ് വെക്കണ്ടല്ലോ, അത് സെറ്റായിട്ടുണ്ടാവുമല്ലോ, അങ്ങനൊരു സമാധാനം. അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ തലേ ദിവസം തന്നെ ചെയ്ത് വെക്കും. അതുപോലെ തന്നെ ഞാൻ ലുട്ടൂനുള്ളൊരു ലഞ്ച് ഞാൻ മുന്നേ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അതായത് പ്രിപ്പയർ ചെയ്ത് ഞാൻ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അതിനനുസരിച്ചിട്ടായിരിക്കും ഞാൻ വെജിറ്റബിൾസൊക്കെ പർച്ചേസ് ചെയ്യുക. അപ്പോൾ അതൊക്കെ ഞാൻ തലേ ദിവസം തന്നെ കട്ട് ചെയ്ത് വെക്കും. അപ്പം ഞാൻ ഇന്ന് ക്യാബേജ് ഉപ്പേരിയാണ് ഉണ്ടാക്കാൻ വിചാരിച്ചിരുന്നത്. തലേ ദിവസം തന്നെ ക്യാബേജ് കട്ട് ചെയ്ത് വെച്ചായിരുന്നു. ഇനി ജസ്റ്റ് ഞാൻ ഉപ്പേരി ഉണ്ടാക്കുമ്പോൾ അതിൽ കുറേ ഈ തേങ്ങയൊന്നും ഞാനധികം ചേർക്കില്ല. ലുട്ടൂനാണെങ്കിലും കുറച്ച് സിമ്പിൾ സാധനം, ഞങ്ങൾ മെഴുക്ക് പുരട്ടി എന്നൊക്കെ പറയും. അപ്പോൾ ക്യാബേജ് എങ്ങനെ വെച്ചാൽ ജസ്റ്റ് ഞാൻ കടുകും ഉണക്കമുളകും പൊട്ടിച്ച് അതിലേക്ക് ക്യാബേജ് ഇട്ട് അതിലേക്ക് ജസ്റ്റ് ആവശ്യത്തിന് ഉപ്പും മഞ്ഞപ്പൊടിയും മുളക് പൊടിയും ഇച്ചിരി ചേർക്കും. കാരണം ഒരുപാട് എരിവായ ആ ഒരു ഇത് പേരും പറഞ്ഞിട്ട് ഭക്ഷണം കഴിക്കില്ല. ഭക്ഷണം കഴിക്കാതിരിക്കാൻ എന്തൊക്കെ ചെയ്യാം എന്നാണ് അവൻ്റെ ഒരു ആലോചന. അപ്പോൾ അതൊരു സൈഡിലായി. അപ്പോൾ ആദ്യം തന്നെ തലേദിവസം തന്നെ അത് അരിഞ്ഞു വെച്ചുകൊണ്ട് അരിയാനുള്ള ബുദ്ധിമുട്ട് എനിക്കില്ല. അപ്പോൾ അതൊരു സൈഡിലാവണ സമയം കൊണ്ട് ഞാൻ പാല് സെറ്റ് ചെയ്തു. പിന്നെ എന്താ വെച്ചാൽ ഞാൻ വരുമ്പോഴേക്കും ഞാൻ ചോറൊന്നും ഊറ്റുമ്പോഴേക്കും അമ്മ എത്തിയായിരുന്നു കേട്ടോ. ഞാൻ ഹോളിൽ ലൈറ്റ് ഇട്ടാൽ അപ്പം അമ്മ അറിയും. അപ്പോഴേക്കും അമ്മ എത്തി. അപ്പോൾ അമ്മ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങളായിരുന്നു. അപ്പോൾ തലേദിവസം തന്നെ മാവ് അരച്ച് വെച്ചതുകൊണ്ട് നമുക്ക് ഇഡ്ഡലിയാണ് ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ പാലും സെറ്റായതിന് ശേഷം ഞാൻ ലുട്ടൂൻ്റെ സ്നാക്ക് ബോക്സിലേക്കുള്ള സ്നാക്സ് ആട്ടോ. അപ്പോൾ ഞാൻ ഈ പഴം ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് നെയ്യിൽ ഫ്രൈ ചെയ്തിട്ട് കൊടുക്കുമല്ലോ, അത് ലുട്ടൂന് ഇഷ്ടമാണ്. കുറച്ച് സ്വീറ്റ് ആയതുകൊണ്ട് അത് കഴിക്കും. അപ്പം ഞാൻ അത് ഇന്ന് പ്ലാൻ ചെയ്ത സ്നാക്സ് അതാണ്. ഞാൻ എല്ലാം മുൻകൂട്ടി പ്ലാൻ ചെയ്തിട്ടാണ് കേട്ടോ ഫുൾ മീൽസ്. അതിപ്പം ലുട്ടൂൻ്റെ ലഞ്ച് ബോക്സ് മാത്രമല്ല, എല്ലാതും ഉച്ചയ്ക്ക് നമുക്ക് കഴിക്കാനുള്ളതും എല്ലാം ഞാനൊന്ന് പ്ലാൻ ചെയ്യും. അങ്ങനെ അത് ഞാൻ സെറ്റ് ചെയ്തു. എന്നിട്ട് ഒരു പാനിലേക്ക്
നെയ്യ് നന്നായിട്ടൊന്ന് ചൂടാക്കും. എന്നിട്ട് അതിലേക്ക് ഇത് ജസ്റ്റ് ഇങ്ങനെ വെച്ച് കൊടുത്താൽ അതിൽ ടോപ്പിങ്സ് നമുക്ക് ഇടുമ്പോൾ ഇത്തിരി പഞ്ചസാര കൊണ്ട് ഇട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റ് അല്ലേ സംഭവം. എനിക്കും അതിഷ്ടമാണ്. എന്നിട്ട് ഞാൻ ലുട്ടൂന് അത് അവിടെ സെറ്റാക്കിയതിന് ശേഷം ഞാൻ നേരെ ലുട്ടൂനെ വിളിച്ചു. അമ്മ അവിടെ ബ്രേക്ക്ഫാസ്റ്റ് ഇഡ്ഡലി സെറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ തലേദിവസം രാത്രിത്തെ അംഗമാണ് ഈ കാണുന്നതെല്ലാതും. കിടക്കാനേക്കാളും മുന്നേ സത്യം അതൊന്ന് വൃത്തിയാക്കണമെന്ന് ഞാൻ വിചാരിക്കും, പക്ഷെ അത് നടക്കാറില്ല. എന്നിട്ട് അപ്പോൾ ലുട്ടു വിളിച്ചപ്പോൾ എഴുന്നേറ്റില്ല, ഒരു 5 മിനിറ്റ് പറഞ്ഞു. അപ്പോൾ ഒരു 5 മിനിറ്റിന് അവന് കൊടുത്തു. ലിയോ ആണെങ്കിൽ ഞാൻ എണീക്കണതിൻ്റെ കൂടെ എണീക്കും, അവൻ അങ്ങനെയാണ്, എൻ്റെ കൂടെ വേഗം എഴുന്നേറ്റ് വരും. അങ്ങനെ ഞാൻ നോക്കുമ്പോൾ ഈ 5 മിനിറ്റിൽ അവന് കിട്ടുന്ന ഉറക്കം സൂപ്പറായിരിക്കും. എനിക്കറിയാം, നമുക്കും ആ ഒരു ശീലമല്ലേ. അപ്പോൾ ആ ടൈമിൽ ഞാൻ അവനൊരു ടൊമാറ്റോ ഫ്രൈ വേണമെന്ന് പറഞ്ഞിട്ട് കുറച്ച് ദിവസമായി പറയണം. അപ്പം ഞാൻ അതിന്നൊന്ന് ഉണ്ടാക്കാം, എന്തായാലും സമയമുണ്ടെന്ന് എനിക്ക്. അപ്പോൾ അത് ഉണ്ടാക്കാൻ ലുട്ടൂനെ കൊണ്ടുവന്നു. രാവിലെ എഴുന്നേറ്റാൽ ചെറിയൊരു കരച്ചിലുണ്ടാവും, അത് ഞങ്ങൾക്കൊരു നിർബന്ധമാണ്. രാവിലെ എണീറ്റാൽ കരയും. അപ്പോൾ ഞാനിങ്ങനെ കുറേ ദിവസമായില്ലേ പോയിട്ട്, നമുക്കൊന്ന് പോവാം, വെക്കേഷനൊക്കെ കരുതില്ലേ എന്നൊക്കെ പറഞ്ഞ അപ്പോഴേക്കും ഒന്ന് സെറ്റാവും. കുട്ടി വന്നു കഴിഞ്ഞാൽ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓക്കെ കറക്റ്റ്, അതോടുകൂടി കരച്ചിലൊക്കെ നിൽക്കും. പിന്നെ നേരെ ബാത്റൂമിൽ പോയി എഴുന്നേറ്റ് വന്നിരിക്കുന്ന സമയത്തുള്ള കരച്ചിലുള്ളൂ കേട്ടോ. അത് കഴിഞ്ഞാൽ പിന്നെ ബാത്റൂമിൽ എത്തി കഴിഞ്ഞാൽ ആൾ സെറ്റായി കഴിഞ്ഞു, കുളിയൊക്കെ കഴിഞ്ഞാൽ ഓക്കെയാണ്. അപ്പം ഞാൻ ആ റെസിപ്പി നോക്കിയായിരുന്നു, നമ്മുടെ ഷാൻജിയോ ചേട്ടൻ്റെ റെസിപ്പിയാണ് ഞാൻ നോക്കിയത്. സമയമുള്ളത് കൊണ്ടാണ് കേട്ടോ ഞാൻ ആ നേരത്ത് റെസിപ്പി നോക്കി അപ്പം തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ അല്ലെന്നുണ്ടെങ്കിൽ പണിക്കൊന്നും മുതിരാറില്ല. അപ്പം ഞാനത് ഉണ്ടാക്കി. ഈ സവോള ഇങ്ങനെ വട്ടത്തിൽ കട്ട് ചെയ്ത്, തക്കാളി വട്ടത്തിൽ കട്ട് ചെയ്ത്, നമ്മൾ മുന്നേ ഉണ്ടാക്കും ഉള്ളിക്കറിയൊക്കെ ഉണ്ടാക്കില്ലേ, ഏതാണ്ട് ആ മോഡൽ തന്നെ, വലിയ വേറൊന്നും ആഡ് ചെയ്യാനില്ല. പക്ഷെ കുറച്ചും കൂടി സവോളയും ഒരു സ്വീറ്റ് ടേസ്റ്റ് കൂടുതലായിരിക്കും, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതുണ്ടാക്കാൻ സിമ്പിളാണ്. ജസ്റ്റ് ഇങ്ങനെ കടുക് പൊട്ടിക്കുക, അതിലേക്ക് വെളുത്തുള്ളി പച്ചമുളക് ചേർത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് നമ്മുടെ ഉള്ളി, അതായത് വട്ടത്തിലരിഞ്ഞ് വെച്ച സവോള, വട്ടത്തിലരിയുന്നതാണ് ഇതിൻ്റെ റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ഇത്രേ, അതുകൊണ്ടാണ് അത് അതിലേക്ക് ആഡ് ചെയ്യുക. ഇത് നന്നായിട്ടൊന്ന് ഭയങ്കരമായിട്ട് ഇതാവരുത്, കുഴഞ്ഞങ്ങോട്ട് ഗോൾഡൻ കളറൊന്നും ആവരുത്, ഒന്ന് പിങ്കിഷ്, അതായത് ഒന്ന് വാടി വരുമ്പോഴേക്കും ഇതിലേക്ക് തക്കാളി ചേർക്കുക. തക്കാളി ചേർത്തിട്ട് നന്നായിട്ട് അതിലേക്ക് കാശ്മീരി ചില്ലിയും കൂടി ചേർക്കുക കേട്ടോ. എന്നിട്ട് ഇതുപോലെ ഒന്ന് സെറ്റായി വരുമ്പോൾ അതിലേക്ക് ഈ ഒരു ടൊമാറ്റോ സോസ് ചേർക്കുക. ഞാൻ ആ കാശ്മീരി ചില്ലി ചേർക്കുന്നത് സ്കിപ്പ് ചെയ്തു, അത് വീഡിയോ റെക്കോർഡായില്ല, അതുണ്ടായത്. എന്നിട്ട് ഒന്നുമില്ല, എന്നിട്ട് ഇതൊക്കെ കൂടി ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഉപ്പിടണം കേട്ടോ, ഉപ്പിട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ടൊമാറ്റോ ഫ്രൈയുടെ പരിപാടി ഏതാണ്ട് കഴിഞ്ഞു. ഇതിലേക്ക് വെള്ളം ചേർക്കാറുണ്ട് ചിലവർ, ഞാൻ വെള്ളം ചേർത്തില്ല, കാരണം ഇതിക്ക് കുറച്ച് ഡ്രൈ ആയിട്ട് വേണമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ വെള്ളം ചേർത്തില്ല. ഇതിങ്ങനെ ലുട്ടൂന് ഇഷ്ടപ്പെട്ടു, ഇത് ഉണ്ടാക്കിയപ്പോൾ അത് നന്നായി പറഞ്ഞു. അപ്പോൾ ഞാൻ കടലുട്ട് സെറ്റായി വന്നു. ഇപ്പോൾ എൻ്റെ മടിയും കാര്യങ്ങളും, അതായത് ആ ഒരു എണീക്കണ്ടേ എന്നുള്ളൊരു വിഷമാണത്. അത് കഴിഞ്ഞപ്പോഴേക്കും ആൾ സെറ്റായി. ആൾ എന്നിട്ട് നേരെ സ്കൂളിലേക്ക് പോകാനായിട്ട് ഇഡ്ഡലിയൊക്കെ കഴിച്ചു. അപ്പോൾ ഞാൻ ടൊമാറ്റോ ആ ഒരു സാധനം ചോറിൽ മിക്സ് ചെയ്ത് ഇങ്ങനെ ആക്കി വെക്കുന്നത് കുട്ടുവിൻ്റെ ജോലിയാണ് കേട്ടോ. ഞാനിത് ജസ്റ്റ് കെട്ടി വെക്കുകയുള്ളൂ. അത് ഫുള്ള് മിക്സ് ചെയ്ത് അതിലേക്ക് ഉപ്പേരിയും ഇട്ട് അതൊക്കെ ഇത് പാത്രത്തിലാക്കി കൊണ്ടുവയ്ക്കൽ കുട്ടുവാണ് ചെയ്യാറ്. ഇന്നും അതങ്ങനെ തന്നെയാണ് ചെയ്യാറ് കേട്ടോ. ഞാനിത് എന്നിട്ട് ജസ്റ്റ് കെട്ടി വെക്കും. അപ്പോൾ അതൊരു അങ്ങനെ റുട്ടീനാണ്. അങ്ങനെ കെട്ടി വെച്ചിട്ട് ഇതാക്കി കൊടുത്തയക്കും കേട്ടോ. അപ്പോൾ 3 ബോക്സാണ് ലുട്ടൂനുള്ളത്. രാവിലെ ഉച്ചത്തേക്കുള്ള ലഞ്ച് ബോക്സ്, രാവിലെ 10 മണിക്ക് കഴിക്കാനുള്ള സ്നാക്ക് ബോക്സ്, പിന്നെ അവന് സ്കൂൾ ബസ്സിൽ തിരിച്ചു വരാൻ 4 മണിക്ക് സ്കൂൾ വിട്ടാൽ 5 മണിക്കാണ് വീട്ടിലെത്തുക. അപ്പോൾ അതുവരെ അവന് വിശക്കൂലും. അപ്പോൾ ഞാൻ കുറച്ച് ഇതൊക്കെ ആക്കിയിട്ട് സ്നാക്സ് എന്തെങ്കിലുമൊക്കെ ആക്കിയിട്ട് ഒരു ബോക്സ് കൂടെ, അങ്ങനെ 3 ബോക്സാണ് ഉണ്ടാവുക. അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം അവൻ്റെ ടൈം ടേബിൾ വെച്ചിട്ട് ബുക്ക് ബാഗൊക്കെ, അതൊക്കെ നമ്മുടെ ജോലിയാണല്ലോ. കുറച്ച് കഴിഞ്ഞാൽ ഞാൻ അവനെ കൊണ്ട് തന്നെ ചെയ്യിക്കും. അപ്പോൾ അതുവരെ നമ്മൾ ചെയ്ത് കൊടുക്കും. അതൊരു രസമാണ്, അവൻ്റെ ടൈം ടേബിൾ നോക്കി സെറ്റ് ചെയ്താക്കുക എന്നൊക്കെ പറഞ്ഞാൽ. പിന്നെ ഭക്ഷണം കഴിക്കലായി, ഇതൊരു മണിക്കൂറത്തെ പ്രോസസ്സാണ് കേട്ടോ ഈ ഭക്ഷണം കഴിക്കൽ. അതിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കണം. പക്ഷെ ഇത്രയും കാര്യങ്ങൾ അവിടെ എണീറ്റ് ഭക്ഷണം കഴിച്ച് പോകുന്നത് വരെ നമുക്ക് 1/2 മണിക്കൂർ സമയമുള്ളൂ. അതിനുള്ളിലാണ് എല്ലാം ചെയ്യുന്നത്. അങ്ങനെ ലുട്ടും കൂടിയിട്ട് ദാപ്പിളേക്ക് ബസ്സെത്തി, അങ്ങനെ കയറിപ്പോയി. ആര് പോവാണെങ്കിലും പഠിക്കൽ വരെ ലിയോ വന്ന് നിൽക്കും കേട്ടോ. ബസ് പോയിട്ടാണ് ലിയോ പോരുള്ളൂ. ലുട്ടുവിൻ്റെ പിന്നാലെയും കുട്ടുവിൻ്റെ പിന്നാലെയും ഒക്കെ പോവും. അങ്ങനെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ഞങ്ങൾക്ക് ഓവർനൈറ്റ് ഓട്സ് ആയിരുന്നു ഞാൻ സെറ്റ് ചെയ്തത്. ചെറുതായിട്ടൊരു ഡയറ്റ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഞാനതിനെ പറ്റിയൊരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചു. പിന്നെ എനിക്ക് തോന്നി എൻ്റെയും അഗിയുടെയും ഒരു ഡയറ്റാണ്, അപ്പോൾ എത്രത്തോട്ട് മുന്നോട്ട് പോകുമെന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് ഞാൻ കുറച്ചും കൂടി മുന്നോട്ട് പോയിട്ടൊരു ഡീറ്റെയിൽ ഡയറ്റ് പ്ലാനായിട്ട് ഇടാം. അപ്പോൾ ഞാൻ ഓവർനൈറ്റ് ഓട്സ് ആയിരുന്നു, ഞങ്ങൾ ഓവർനൈറ്റ് ഓട്സ് കഴിച്ചു. അങ്ങനെ അഗി പോയി, നേരത്തെ പോകണമായിരുന്നു. പിന്നെ ഇങ്ങനത്തെ കഥാപാത്രം നമ്മുടെ വീട്ടിലുണ്ട്, അവളും അതെൻ്റെ അനിയത്തിയാണ്. ഭക്ഷണം കഴിച്ചിട്ട് അവളും പോയി. അങ്ങനെ
പിന്നെ ഞാൻ വെള്ളമൊക്കെ നിറച്ചു. ഇനി നമുക്ക് കുറച്ച് എൻ്റെ റൊട്ടീൻസ് കാണാം. ഏറ്റവും കൂടുതൽ ഇങ്ങനെ ഷുഗർ ഡയറ്റ് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഡയറ്റ് പ്ലാൻ ചെയ്യുമ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത് ഭയങ്കര ക്രേവിങ്സ് ആണ്. നമ്മൾ അങ്ങനെയാണല്ലോ, നമ്മൾ എന്തെങ്കിലും വിചാരിച്ചാൽ അതിൻ്റെ ഓപ്പോസിറ്റ് കാര്യങ്ങൾ നമുക്ക് ഭയങ്കര. ഇപ്പോൾ ഷുഗർ ഡയറ്റ് എടുക്കുകയാണെങ്കിൽ പലരും ഇതിനുള്ള ഒരു ക്രേവിങ്സ് കൂടുതലായിരിക്കും. അപ്പോൾ അതുപോലെ എന്തെങ്കിലും ഡയറ്റ്സ് എടുക്കുകയാണെങ്കിൽ ഭക്ഷണം കഴിക്കാനുള്ള ക്രേവിങ്സ് ഭയങ്കര കൂടുതലായിരിക്കും. ഇപ്പോൾ നോൺ വെജ് ഒഴിവാക്കാൻ വിചാരിച്ചാൽ ചിക്കൻ കഴിക്കാനുള്ള ക്രേവിങ്സ് ഭയങ്കര കൂടുതലായിരിക്കും. അങ്ങനത്തെ ക്രേവിങ്സ് ഒക്കെ വരുമ്പോൾ എനിക്ക് അങ്ങനെയാണ്, ഭയങ്കര പ്രശ്നമാണ്. ഞാൻ കുറച്ച് വെള്ളം ഒന്ന് കുടിച്ചാൽ എനിക്ക് കുറേ സമാധാനം കിട്ടും. നമുക്ക് വിശക്കുമ്പോഴാണ് നമുക്ക് ഭയങ്കര ക്രേവിങ്സ് വരുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് അപ്പം എന്തെങ്കിലും കഴിക്കാം. അപ്പം ആ സമയത്ത് വെള്ളം കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ക്രേവിങ്സ് കുറേ ഒഴിവാക്കാം. എൻ്റെ കാര്യത്തിൽ അങ്ങനെയാണ്, നിങ്ങളുടെ കാര്യത്തിൽ നിങ്ങൾക്ക്. എൻ്റെ കാര്യത്തിൽ എനിക്ക് അങ്ങനെയാണ് ക്രേവിങ്സ് വരുന്നത്. നമുക്ക് എന്തെങ്കിലും ഒരു സാധനത്തിനോട് നമ്മൾ നോ പറയുമ്പോഴായിരിക്കും ആ സാധനം കഴിക്കാനുള്ള ചിന്ത നമുക്ക് കൂടുതൽ വരും. അപ്പോൾ നമ്മൾ വെള്ളം കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വയറ് ഫുള്ളാവും, പെട്ടെന്ന് ഫുള്ളാവും. അപ്പോൾ നമുക്ക് അപ്പം പെട്ടെന്ന് കഴിക്കാൻ തോന്നില്ല. കുറേ പരമാവധി ക്രേവിങ്സ് നമുക്ക് വെള്ളം കുടിച്ച് ഒഴിവാക്കാൻ കഴിയും. പിന്നെ ഓൾസോ വെള്ളം കുടിക്കുന്നത് നമ്മുടെ സ്കിന്നിന് ഭയങ്കര നല്ലതാണ്, നമ്മുടെ ശരീരത്തിന് വളരെ നല്ലതാണ്. അപ്പോൾ ഇങ്ങനെ ഒരു കുപ്പിയിൽ വെള്ളം വെക്കുക. ഇതിലിങ്ങനെ കുറേ നമ്പർക്ക് എഴുതിയില്ല, ഇതുപോലെയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഇത് ഈ ബോട്ടിൽ ഞാൻ ഉച്ചയാകുമ്പോഴേക്കും കുടിച്ച് തീർക്കും. അത് കഴിഞ്ഞാൽ അത് നിറയ്ക്കും. വൈകുന്നേരം ആകുമ്പോഴേക്കും ഈ ബോട്ടിൽ കുടിച്ച് തീർത്താൽ പരമാവധി 2 ലിറ്റർ വെള്ളം നമ്മൾ കുടിക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഐസോളറാണ്. ഞാൻ ഈ ഐസോളർ വാങ്ങിയിട്ട് ഏതാണ്ട് ഒരു വർഷത്തോളമായി. ഇതിൽ ഞാൻ പലവിധ സാധനങ്ങളും ഐസ് ക്യൂബ്സ് ആക്കാറുണ്ട്. അപ്പോൾ ഇതിൽ ഏറ്റവും സൂപ്പർ ആയിട്ടുള്ള ഒരു സ്കിൻ കെയർ നമുക്ക് ഇതിൽ ചെയ്യാൻ കഴിയും. അതായത് ഈ ഐസോളർ വാങ്ങാം, എന്നിട്ട് ഇത് കഞ്ഞിവെള്ളമാണ്. നമ്മൾ രാവിലെ ചോറുണ്ടാക്കുമ്പോൾ ഇതിൽ കഞ്ഞിവെള്ളം കിട്ടില്ലേ, അത് നമ്മൾ ഇതിലേക്ക് ഇങ്ങനെ ഒഴിക്കുക. കുറേശ്ശെ ഇത് പോവും. അപ്പോൾ പോകുമ്പോൾ നമുക്ക് ഇങ്ങനെ നിയമിക്കാം. ഇതൊഴിച്ച് നമ്മളിത് അടച്ച് വെക്കാം. അപ്പം ഇത് അടച്ച് വെക്കാം. ഇനി നമുക്കിത് ഫ്രീസ് ചെയ്യാം. ഇത് ഫ്രീസ് ആയിട്ട് ഞാൻ രാത്രിയാണ് എടുക്കാറ്. ഒന്ന് ഫ്രീസ് ഒരു ഈവനിങ്ങോ ഒക്കെ നിങ്ങൾക്ക് എടുത്ത് ഇത് മുഖത്ത് വെച്ചാൽ പിറ്റേ ദിവസത്തേക്ക് മുഖം ഭയങ്കര സൂപ്പർ ഗ്ലോ ആയിരിക്കും. അപ്പം നമുക്കിത് ഫ്രീസറിൽ വെക്കാം. നമുക്ക് ഫ്രീസറിൽ വെക്കാം. ഫ്രീസറിൽ അപ്പോൾ ഇനി നമുക്ക് കുറച്ച് സ്കിൻ കെയർ കാര്യങ്ങളൊക്കെ ചെയ്യാം. ന്യൂ ഇയർ റെസൊല്യൂഷൻസിൻ്റെ ഭാഗമായി ഞാൻ വിചാരിച്ചായിരുന്നു കുറച്ചൊക്കെ സ്കിൻ കെയർ ഒക്കെ ചെയ്യണം. കുറച്ചൊക്കെ അങ്ങനത്തെ എന്തെങ്കിലും നമുക്ക് വേണ്ടി കുറച്ച് ടൈം മാറ്റി വെക്കണം എന്ന് ഞാൻ വിചാരിച്ചായിരുന്നു. ഇപ്പോൾ എൻ്റെ ശബ്ദം ഏറെക്കുറെ പുറത്തു വന്ന് തുടങ്ങിയിട്ടുണ്ട്. എനിക്കറിയായിരുന്നു ഞാൻ സംസാരിച്ച് കഴിഞ്ഞാൽ എൻ്റെ ശബ്ദം കുറച്ചൊക്കെ പുറത്ത് വരുമായിരിക്കും. അങ്ങനെ ഇനി നമുക്ക് കുക്കിംഗ് പരിപാടികളൊന്നുമില്ല. ബാക്കി കുറച്ച് ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാം. പിന്നെ കുറച്ച് ഇന്ന് ഹെയർ വാഷ് ചെയ്യണം എന്ന് വിചാരിച്ചിട്ടുണ്ട്. ഞാൻ എന്നും ഹെയർ വാഷ് ചെയ്യില്ല. ഞാൻ വീക്കിലി ട്രൈസ് ഒക്കെയാണ് ഹെയർ വാഷ് ചെയ്യുക. എല്ലാ വീക്കിലും 3 പ്രാവശ്യം ആണ് ഹെയർ വാഷ് ചെയ്യുക. ഡെയിലി ചെയ്യില്ല. കാരണം എനിക്ക് അല്ലെങ്കിൽ ഭയങ്കര ഡ്രൈ ഹെയർ ആണ്. അതുപോലെ വല്ല ഹെയർ ഫോളും ഉണ്ട്. അപ്പോൾ എന്നും ഹെയർ വാഷ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര പൊട്ടലുണ്ടാവും, ഭയങ്കര ഫോളും വരും. അപ്പോൾ എനിക്ക് തോന്നുന്നു വീക്കിലി വൺസ് ഒക്കെ വീക്കിലി ഒരു ട്വൈസ് ഒക്കെ വാഷ് ചെയ്താൽ മതി എന്ന് തോന്നുന്നു. നമുക്ക് എൻ്റെ ഹെയർ വാഷിംഗ് റൊട്ടീൻ ഞാൻ കാണിച്ചു തരാം. ഞാൻ എന്തായാലും 2 ദിവസം 3 ദിവസം കൂടുമ്പോഴാണല്ലോ തല കഴുകുള്ളൂ. അതുകൊണ്ട് ഞാൻ കഴുകുന്ന ദിവസം ഞാൻ കുറച്ച് സമയമെടുത്ത് വിസ്തരിച്ചാണ് കഴുകുന്നത്. അപ്പം ഞാൻ അതൊക്കെ ഒന്ന് കാണിച്ചു തരാം. സിമ്പിൾ സാധനമാണ്, കാണിച്ചു തരാം കേട്ടോ. അപ്പം ഞാൻ കൂടുതലും ഹെയർ വാഷ് ചെയ്യുന്ന ദിവസങ്ങളിൽ ഇങ്ങനെ ഒന്ന് ഓയിൽ ചെയ്യും. കൂടുതലും ഞാനിപ്പോൾ ഒരു ഞാനിപ്പോൾ കുറച്ചായിട്ട് ഈ റോസ്മേരി ഹെയർ ഓയിലാണ് യൂസ് ചെയ്യാറ്. ഇതെനിക്ക് ഭയങ്കര കൂടി തഴച്ച വളർന്നിട്ടല്ല ഞാനിത് യൂസ് ചെയ്യുന്നത്. പക്ഷേ ഇത് യൂസ് ചെയ്ത് തുടങ്ങി കണ്ടിന്യൂസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഹെയർ ഫോൾ നല്ലോണം എനിക്ക് കുറയാറുണ്ട്. ഇത് മൊമാർത്തിൻ്റെ റോസ്മേരി ഹെയർ ഓയിലാണ്. ഇത് എൻ്റെ 3rd ബോട്ടിലാണ് ഇതിൻ്റെ. അപ്പോൾ ഇതും എന്നാലും കഴിയാറായി. ഞാൻ ഇവരെ പോലെ 2-3 പ്രാവശ്യമൊക്കെയാണ് ആക്ച്വലി യൂസ് ചെയ്യുക. ഇത് നല്ല സുഖമാണ്. നമുക്ക് പണ്ട് ഇന്ദുലേഖയുടെ ഒരു ബോട്ടിൽ ഇതുമാതിരി വന്നായിരുന്നു. ഇതിങ്ങനെ നമ്മുടെ ഹെയർ ഇങ്ങനെ പല പാർട്ടായിട്ട് എടുക്കുക, അതിലേക്ക് ഇങ്ങനെ കോംബ് ചെയ്ത് ഹെയറിലേക്ക് ആക്കി കൊടുത്തു കഴിഞ്ഞാൽ ഹെയറിനെ പല ഭാഗങ്ങളായിട്ട് തിരിച്ച് ഹെയറിലേക്ക് ആക്കി കൊടുക്കുക. നല്ല ഓയിലായിട്ടോ. എനിക്ക് റോസ്മേരി വാട്ടർ ഇല്ല, ഞാൻ ഒരിക്കലും റിവ്യൂ ചെയ്തായിരുന്നു. അത് യൂസ് ചെയ്തിട്ട് എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് റിസൾട്ട് ഉണ്ടായിട്ടില്ല. ചിലപ്പോൾ അത് വാങ്ങിയ സാധനത്തിന്റെ പ്രശ്നമായിരിക്കാം. പലർക്കും അത് റിസൾട്ട് ഉണ്ടെന്ന് വിട്ടിട്ടുണ്ട്. എനിക്ക് അത്ര അങ്ങോട്ട് വർക്ക് ചെയ്തിട്ടില്ല. പക്ഷേ ഇതെനിക്ക് നന്നായി വർക്ക് ചെയ്തിട്ടുള്ള സാധനമാണ് റോസ്മേരി ഹെയർ ഗ്രോത്ത് ഓയിൽ. ഇത് ഓൺലൈനിൽ വാങ്ങാൻ നമുക്ക് കിട്ടും. ഞാൻ ഇതിന്റെ ലിങ്ക് ഇതിന്റെ അടിയിൽ കൊടുത്തേക്കാണ്. നല്ലൊരു 20 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് നമുക്ക് ഹെയർ വാഷ് ചെയ്യാൻ വേണ്ടി സൗണ്ട് എത്രത്തോളം കേൾക്കുന്നുണ്ടെന്ന് എനിക്ക് അറിയില്ല. നല്ലൊരു 20 കേൾക്കുന്നു വിചാരിക്കും. സൗണ്ട് വരുന്നേ ഉള്ളൂ. അപ്പോൾ കാരണം കുറച്ച് സംസാരിച്ചാൽ സൗണ്ട് പോകും. ഇതൊരു 20 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് നമുക്ക് ഹെയർ വാഷ് ചെയ്യാം.
ഓക്കെ, അപ്പോൾ വാഷൊക്കെ കഴിഞ്ഞു, ഹെയർ വാഷൊക്കെ കഴിഞ്ഞു. എൻ്റെ റൂമിലെ ലൈറ്റ് അത്ര ശരിയല്ല, സോ എന്തെങ്കിലും ഒരു ചെറിയ വ്യത്യാസം കാണാം. അപ്പം എൻ്റെ ഹെയർ വാഷ് കഴിഞ്ഞു. ഇനി നമുക്ക് ചെറുതായിട്ടൊരു സ്കിൻ കെയർ ചെയ്യാം. അപ്പോൾ മെയിൻലി ഞാൻ വിൻ്ററിൽ ചെയ്യണ സ്കിൻ കെയർ എന്ന് പറഞ്ഞാൽ ബേസിക് മോയ്സ്ചറൈസേഷൻ ആണ്. കാരണം അല്ലെങ്കിൽ നമ്മുടെ കൈയൊക്കെ ഭയങ്കരമായിട്ട് ഇങ്ങനെ എന്താ പറയുക, ഡ്രൈ ആവും. അപ്പോൾ കൈ മാത്രമല്ല, മൊത്തത്തിൽ ഡ്രൈ ആവും. അപ്പം ഞാൻ മോയ്സ്ചറൈസ് ചെയ്യാൻ, അപ്പോൾ എൻ്റെ മോയ്സ്ചറൈസർ എന്ന് പറയുന്നത്, എൻ്റെ മോയ്സ്ചറൈസർ ഇത് ഡൗവിൻ്റെ ഡീപ്പ് മോയ്സ്ചറൈസേഷൻ ക്രീമാണ്. ഭയങ്കര നല്ല പ്രോഡക്റ്റാണ്. നല്ല മോയ്സ്ചർ ലുക്ക് തരും. നല്ല പ്ലംഫി ആയിട്ടിരിക്കും നമ്മുടെ കവിളുകൾ. ഈ ടീഷർട്ട് എൻ്റെ ഹസ്ബൻഡിൻ്റെയാണ്. എനിക്ക് കുട്ടൂൻ്റെ ടീഷർട്ട്സ് ഇടുന്നതാണ് ഇഷ്ടം. എൻ്റെ ടീഷർട്ട് എനിക്ക് ഒരിക്കലും ഇഷ്ടമല്ല. ഇതാണ് എനിക്ക് കംഫർട്ട്. ഇനി മോയ്സ്ചറൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വീട്ടിൽ നിൽക്കുകയാണ്, അപ്പോൾ പിന്നെ വലിയ സ്കിൻ കെയറിൻ്റെ ആവശ്യമില്ല. പക്ഷേ ഒരു സാധനം കൂടി നമുക്ക് മസ്റ്റായിട്ട് യൂസ് ചെയ്യാം. അതാണ് വൈറ്റമിൻ സി ബ്രൈറ്റനിങ് സിറം. ഇത് ഫോക്സ്ടെയിലിൻ്റെ ആണ്. ഇത് ടിപ്പൊളി വൈറ്റമിൻ സി പ്രൊഡക്റ്റ് ആണ്. അതായത് നോർമൽ സിറത്തിനേക്കാളും ഇതൊരു ബ്രൈറ്റനിങ് സിറാണ്. അതുകൊണ്ട് നമുക്ക് നമ്മുടെ ഫേസിൽ, ഞാനിപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പോൾ ഒരു 1 മന്തോളായി ഈ ഫോക്സ്ടെയിലിൻ്റെ സിറം യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. ഇത് ഭയങ്കര നല്ല പ്രോഡക്റ്റ് ആണ്. എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമായി. ഇത് ജസ്റ്റ് ഇങ്ങനെ പമ്പ് ചെയ്തെടുക്കുക, എന്നിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. അല്ലെങ്കിൽ ഇതിൻ്റെ ഇങ്ങനെ ഡയറക്റ്റ് മുഖത്തേക്ക് പമ്പ് ചെയ്യാം. എനിക്കത് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ ഇങ്ങനെ ചെയ്യും. ഇങ്ങനെ എടുക്കുക, ഇതിങ്ങനെ ഈ മുക്കിൻ്റെ ഇവിടെ ഇങ്ങനെ ഇട്ട് കൊടുക്കുക. ഇതിടുക, ബാക്കി വരുന്നത് കഴുത്തിൽ ഇങ്ങനെ തേക്കുക. എന്നിട്ട് ഇങ്ങനെ മുകളിലേക്ക് തേക്കുക. ഞാൻ ഈ മിററിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യും, അതുകൊണ്ടാണ് കേട്ടോ. ഈ 2 പ്രൊഡക്ട്സ് യൂസ് ചെയ്താൽ തന്നെ നമ്മുടെ ഡെയിലി ബേസിൽ 2 മതി. കാരണം നമുക്ക് വേറെ ഒന്നും പുറത്ത് പോകാനൊന്നും ഇല്ലല്ലോ. അപ്പോൾ നമുക്ക് വീട്ടിലിരിക്കാനാണെങ്കിൽ സ്കിൻ ഓക്കെ ആവാൻ ഇത് മതി. വേറെ വലിയ കാര്യങ്ങളൊന്നും ഞാൻ ചെയ്യാറില്ല. ചെയ്യുന്നവരുണ്ടാവാം, ഞാൻ ഇത്രേ ചെയ്യാറുള്ളൂ. ഇനി ഞാൻ ചെയ്യണതാണ് ഹെയർ ക്രീമാണ്. ഇത് പാരച്യൂട്ടിൻ്റെ ഒരു പാരച്യൂട്ട് എന്താ പറയുക, ഗോൾഡാണ്. ഡീപ്പ് റൂട്ട് നറിഷ്മെൻറ്റ് ക്രീമാണ്. ഇത് ഹെയർ ക്രീമാണ്. എൻ്റെ മുടി എന്ന് പറയുന്നത് ഞാൻ ഇന്ന് നമ്മൾ എണ്ണ തേച്ച് കുടിച്ചത് കൊണ്ട് തന്നെ ഞാൻ ഷാമ്പൂ കണ്ടീഷണർ വാഷ് ചെയ്തിട്ടുണ്ട്. സോ എൻ്റെ മുടി കുറച്ച് കഴിയുമ്പോഴേക്കും ഡ്രൈ ആവും. അപ്പോൾ ഈ ക്രീം ജസ്റ്റ് ഞാൻ മുടിയിൽ മിക്ക ദിവസങ്ങളിൽ എന്ന് പറഞ്ഞ പോലെ ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കാറുണ്ട്. കാരണം മുടി അത്ര ഡ്രൈ ആയിട്ട് പൊട്ടും. പിന്നെ ഇതിന് വലിയ പാരഫിൻസും അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഇത് ഹെയറിന് ഭയങ്കര നല്ലതാണ്. ഹെയറിന് ഡീപ്പ് റൂട്ടാണ്. നമ്മൾ ഉള്ളിലേക്ക് ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ ഒന്ന് നല്ല കൂളിംഗ് കേട്ടോ. ഹെയറിന് ഒന്നും പറയാതിരിക്കാൻ പറ്റില്ല, നല്ല കൂളിംഗ് ആണ്. ഹെയർ നല്ലതാണ് കേട്ടോ. ഈ ഇപ്പം ഞാൻ യൂസ് ചെയ്തിട്ടുള്ള എല്ലാ സ്കിൻ കെയർ പ്രോഡക്റ്റും അഫോർഡബിൾ റേറ്റിലുള്ള പ്രോഡക്റ്റ്സ് ആണ്. അപ്പോൾ ഇത് എനിക്കറിയില്ല, കാരണം ഇത് എനിക്ക് പുറത്തുനിന്ന് കൊണ്ടുവന്നതാണ്. എനിക്ക് മേമ കൊണ്ടുവന്നതാണ്. ബാക്കി എന്താണെന്ന് വെച്ചാൽ ഒരു കാര്യം പറയാനുള്ളത്, ഞാൻ സ്കിൻ കെയർ വീഡിയോസ് ചെയ്തിട്ട് കുറച്ചായി. സ്കിൻ കെയർ മീൻസ് ഞാനിപ്പോൾ വ്ളോഗ്സ് മാത്രമേ ചെയ്തിട്ടുള്ളൂ. 2-3 സ്കിൻ കെയർ ഉണ്ട്. അപ്പോൾ ഞാൻ വിചാരിക്കുന്നു വീക്കിലി വൺസ് ഒരു സ്കിൻ കെയർ വീഡിയോ ചെയ്താലോ എന്ന്. എങ്ങനെയുണ്ടായിരിക്കും? നല്ലതാണോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? നമുക്ക് ചെയ്യണോ ചെയ്യണ്ടേ? അപ്പോൾ ഒന്ന് കമൻറ്റ് ചെയ്യൂ. അപ്പം ഞാൻ അതിനനുസരിച്ച് നമുക്ക് സ്കിൻ കെയർ വീഡിയോസും കൂടി ഉൾപ്പെടുത്താം. പിന്നെ ഞാൻ യൂസ് ചെയ്യുന്ന പ്രോഡക്ട്സ്, അങ്ങനത്തെ കാര്യങ്ങൾ ഞാൻ ഒരുവിധം എല്ലാതും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഐറ്റംസ് മാത്രമേ ഞാൻ യൂസ് ചെയ്യാറുള്ളൂ. നമ്മുടെ പോക്കറ്റ് കാലിയാക്കി ഒരിക്കലും സൗന്ദര്യം സംരക്ഷിക്കരുത്. ആ നേരത്തിന് ആ പൈസ കൊണ്ട് ഫുഡടിക്കാം എന്ന് വിചാരിക്കുന്ന ആളാണ് ഞാൻ. അതുകൊണ്ട് എൻ്റെ പ്രോഡക്റ്റ്സ്, ഞാൻ യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റ്സ് ഒക്കെ ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ അത് സ്കിൻ കെയർ ഇങ്ങനെ ചെയ്യാൻ ആഗ്രഹമുണ്ടെന്നാൽ പൈസ കൂടുതൽ കുറവ് ചിലവാക്കിയാൽ മതി, അങ്ങനത്തെ മൈൻഡുള്ളവർക്ക് ആ പ്രോഡക്റ്റ്സ് ഒക്കെ ഒന്ന് വാങ്ങി യൂസ് ചെയ്യാമല്ലോ. അപ്പോൾ ഞാൻ ആസ് സൂൺ ആസ് പോസിബിൾ എൻ്റെ സൗണ്ടൊക്കെ കുറച്ചും കൂടി തിരിച്ചു വരികയാണെങ്കിൽ ഞാൻ ആ വീഡിയോ ഉടനെ ചെയ്യാം. അപ്പോൾ അത്രയേ ഉള്ളൂ. എൻ്റെ മോർണിംഗ് റുട്ടീൻ, എൻ്റെ സ്കിൻ കെയർ റുട്ടീൻ, എൻ്റെ ഹെയർ കെയർ റുട്ടീനൊക്കെ വളരെ സിമ്പിൾ റുട്ടീൻസാണ് എനിക്ക്. അപ്പോൾ ബാക്കി എല്ലാ കാര്യങ്ങളും, അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ മോർണിംഗ് റുട്ടീൻസ്. ഇനി ഞാൻ കാണിച്ചാൽ ഭയങ്കര ലോങ് ആയി പോകും. നിങ്ങൾ ഇത് തന്നെ സ്കിപ്പ് അടിച്ചിട്ടാവും കാണുക. അപ്പോൾ ഭയങ്കര ലോങ് ആയി പോകും. അപ്പോൾ ബാക്കിയുള്ള നമ്മുടെ കാര്യങ്ങൾ, വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ വരാം. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, മറക്കാതെ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.